ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു ചാനലായ മീ ടേസ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു പായസമാണ്, ഫ്രൂട്ട്സ് പായസമാണ്. അപ്പോൾ തിരുവോണക്കല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പായസമാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ റെഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും മറന്നു പോവില്ലേ. അപ്പോൾ എല്ലാവരും എങ്ങനെ സേഫായി സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ അൽഹംദുലില്ലാ ഞാനും സേഫാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കാമെന്ന് തുടങ്ങിയാലോ? നമ്മുടെ ഈ ടേസ്റ്റി പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതിന് ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി കഴുകി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. കുതിർന്ന ശേഷം കഴുകരുത്, കാരണം നമ്മുടെ അരി നന്നായിട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ കഴുകി വെക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3.5 കപ്പ് മിൽമ പാല്, തിളപ്പിക്കാത്ത പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ, ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ പാല് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു 3.5 കപ്പ് പാല്, ഒരു 6-7 അറാറോട്ട് ബിസ്ക്കറ്റ് ഒരു ബൗളിലാക്കിയിട്ട് ഇതേപോലെ എടുത്ത് വെക്കുക. പിന്നെ അനാറ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു അനാറ് എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലാക്കിയിട്ട് അല്ലികളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറിയ കഷ്ണമാക്കിയിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഇതേപോലെ വെക്കുക. പിന്നെ അതാ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് മധുരത്തിന് പാകത്തിന് എടുത്ത് വെക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാബൂനരി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു അതിൻ്റെ മെഷർമെൻറ്റ് കപ്പ്. ഈ ഒരു കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റക്ക് നെയ്യിൽ വറുത്തിടാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മിൽമയുടെ പശുവിൻ നെയ്യ്. അതിനുശേഷം നമുക്ക് ഏലക്കായ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് 4-5 എടുക്കാം. അങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനൊരു പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നെയ്യിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മൂന്നാമതായിട്ട് അനാറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അനാർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് അതിലൊന്ന് ബാലൻസ് വെക്കാം. ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷനായിട്ട് നമുക്ക് അനാറ് ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തീ സിമ്മിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പഞ്ചസാരയൊക്കെ ആ ഫ്രൂട്ട്സിൽ കിടന്ന് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ച് തീ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടന്ന് വേവട്ടെ. ഇനി ഫ്രൂട്ട്സ് വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് പാൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാസിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർക്കാൻ വെച്ച ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ചെറിയ തീയിൽ തന്നെ നന്നായി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഈ പാലിലേക്ക് നമുക്ക് ബാക്കി നമ്മൾ ഫ്രൂട്ട്സിൽ ചേർത്തിട്ടുള്ള ബാലൻസ് ഉള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞ്. ഇനി ചവരി ഒന്ന് വെന്ത് കിട്ടണം. 5-8 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുതിർത്ത കാരണം ചവരി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ അറാറോട്ട് ബിസ്ക്കറ്റ് ഒന്ന് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ഏലക്കായ കൂടി ഒന്ന് പൊടിച്ച് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഏലക്കായ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ബിസ്ക്കറ്റും ഏലക്കായും കൂടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഇതാ പാലിലും പഞ്ചസാരയിലും കിടന്നിട്ട് നമ്മുടെ ചവരിയൊക്കെ നന്നായിട്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചവരിയൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെയും ഏലക്കായുടെയും മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ചെറുതായിട്ടൊക്കെ ബിസ്ക്കറ്റിൻ്റെ കട്ട അവിടെ ഇവിടെയും കിടന്നാലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. അതിനെ ചെറുതായി ഇളക്കിയിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ അത് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് നന്നായിട്ട് പാലിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിരുന്ന ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് പഞ്ചസാരയും ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമും ഒന്ന് ഓഫ് ചെയ്യാം.
അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ മിക്സും പാലിൻ്റെ മിക്സും ഞാൻ സ്റ്റവിൽ നിന്ന് മാറ്റി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടൊന്ന് തണുത്ത് കിട്ടണം. ചൂട് ഒട്ടും തന്നെ പാടില്ല, കാരണം പാലായതുകൊണ്ട് ഫ്രൂട്ട്സും കൂടി ചേരുമ്പോൾ ചിലപ്പോൾ ചൂടുള്ളപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോൾ വന്നിട്ട് ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സും പാലിൻ്റെ മിക്സും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഈ പാലിൻ്റെ മിക്സ് കൂടി ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യമേ തന്നെ കുറച്ച് ബാലൻസ് വെച്ചിരുന്ന അനാറിൻ്റെ അല്ലികൾ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം. അതിനായിട്ടൊരു ചട്ടി ഗ്യാസിൽ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഞാൻ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ സൂപ്പറായിട്ടുള്ള ഫ്രൂട്ട്സ് പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ്, പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് എന്തായാലും സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടു കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഓണ ആശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി. സ്നേഹത്തോടു കൂടി താങ്ക് യു.